ഓൾറൈറ്റ്, ടിൻഡർ, ബംബിൾ, ഹിഞ്ച്, പിന്നെ മലയാളത്തിലാണെങ്കിൽ അരികെ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡേറ്റിംഗ് ആപ്പുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതിനേക്കാളൊക്കെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഡേറ്റിംഗ് ആപ്പാണ് ഇൻസ്റ്റഗ്രാം. ഈവൻ എനിക്കറിയാവുന്ന ഒരുപാട് കപ്പിൾസ് പരസ്പരം മീറ്റ് ചെയ്തേക്കുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെയാണ്. ഈ ഡിജിറ്റൽ വേൾഡിലെ അല്ലെങ്കിൽ ഇന്റർനെറ്റ് വേൾഡിലെ നിങ്ങളുടെ ഒരു ഫേസ് ആണ്, നിങ്ങളുടെ ഒരു മുഖമാണ് ഇൻസ്റ്റഗ്രാം എന്ന് പറഞ്ഞാൽ. പക്ഷെ ഒരുപാട് പേർക്ക് ഇപ്പോഴും എങ്ങനെ നല്ല ഫോട്ടോസ് എടുക്കണമെന്ന് അറിയില്ല. നമ്മളിൽ പല ആളുകളും ഒരു 100 ഫോട്ടോ എടുത്തിട്ട് അതിൽ നിന്ന് 1-2 ഒക്കെ ചൂസ് ചെയ്യുന്ന ആളുകളായിരിക്കും. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ എന്നെ ഇൻസ്റ്റാഗ്രാം വഴി ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുടെ നിങ്ങളുടെ പ്രൊഫൈൽ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഈവൻ നല്ല ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള നല്ല രീതിയിൽ ഡ്രസ് സെൻസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും പല ആളുകൾക്കും നല്ല ഫോട്ടോസ് എടുക്കുന്നത് എങ്ങനെയെന്ന് അറിയത്തില്ല. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ആളുകൾക്ക് ഫോൺ നമ്പർ കൊടുക്കുന്നതിന് പകരം ഇൻസ്റ്റ ഐ ഡിയാണ് കൈമാറുന്നത്. ഈ ഇൻസ്റ്റ ഐ ഡി കിട്ടിയിട്ട് ഒരാൾ നിങ്ങളുടെ പ്രൊഫൈൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ആൾക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾ ഒരു ആവറേജ് ലുക്കുള്ള ഒരാളാണെങ്കിലും നിങ്ങളുടെ തന്നെ ഫോട്ടോ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എടുക്കാൻ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഒരുപാട് എൻഹാൻസ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾ മൊത്തമായിട്ട് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ അടിപൊളി ഫോട്ടോസ് എടുക്കാമെന്ന്, ഏത് പോസ് ചെയ്യാൻ അറിയാത്ത ആൾക്കും എങ്ങനെ നന്നായിട്ട് സ്വന്തം ഫോട്ടോസ് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിൽ ഒരുപാട് പേർക്ക് ഭയങ്കര ഐഡിയാസ് ഉണ്ടാവും, പക്ഷേ ക്യാമറയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് എങ്ങനെ പോസ് ചെയ്യണമെന്ന് അറിയില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, കൈ എവിടെ വെക്കേണ്ടതെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ ഡൗട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാവും. നിങ്ങളിപ്പോൾ ഈ പ്രൊഫഷണൽ മോഡലിൻ്റെ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എത്ര പെട്ടെന്നാണ് അവർ പോസുകൾ മാറ്റി മാറ്റി കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇത് പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. ഏത് പ്രൊഫഷണൽ മോഡലാണെങ്കിലും തുടക്കത്തിൽ നമ്മളെയൊക്കെ പോലെ പോസ് ചെയ്യാനൊന്നും അറിയാത്ത ഒരാളായിരിക്കും. പക്ഷെ ഇത് പ്രാക്ടീസ് വഴി ആൾക്ക് കിട്ടിയ ട്രെയിനിങ് വഴി ആൾ ഏൺ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഞാൻ നോർമലി ചെയ്യുന്ന എല്ലാ വീഡിയോസും റിയൽ ലൈഫിൽ നിങ്ങളെ എങ്ങനെ സ്വയം ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. പക്ഷേ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഡിജിറ്റൽ ലൈഫിൽ, അതായത് നിങ്ങളുടെ ഡിജിറ്റൽ വേൾഡിലും നിങ്ങളുടെ ഫുട് പ്രിന്റ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് വളരെ ക്രൂഷ്യലാണ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഷട്ടർ സ്പീഡ് ഇതാണ്, DSLR എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം, അപ്പർച്ചർ ഇതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇന്ന് നമ്മൾ നിങ്ങളുടെ തന്നെ ഫോട്ടോസ് എങ്ങനെ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ബാക്കിയുള്ളവരെക്കാളും അടിപൊളിയായിട്ട് എടുക്കുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. എവിടെ പോയാലും നിങ്ങളുടെ കൂടെ വന്ന് ഫോട്ടോസ് എടുത്തിരുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര ലക്കിയാണ്. ഒരു ഫ്രണ്ടോ ആരെങ്കിലും നമുക്ക് ഫോട്ടോ എടുത്ത് തരാനില്ലെങ്കിൽ അധികം ആളുകൾ നമ്മൾ സെൽഫീസ് മാത്രമാണ് എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാറ്. ഇനി അങ്ങനെ ഫ്രണ്ട്സ് ഇല്ലാത്ത, ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന, ഒറ്റയ്ക്ക് എല്ലായിടത്തും പോകുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന 2 ഡിവൈസുകളാണ്. ഒന്ന് ട്രൈപോഡ്. ആമസോണിൽ നിന്ന് വളരെ കുറഞ്ഞ പ്രൈസിന് നിങ്ങൾക്ക് ഒരു ട്രൈപോഡ് വാങ്ങിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഉള്ള വേറൊരു ഡിവൈസ് ആണ് ബ്ലൂടൂത്ത് ക്ലിക്കർ. നിങ്ങൾ നിങ്ങളുടെ ഫോണ് ഒരു ട്രൈപോഡിൽ പ്ലേസ് ചെയ്തിട്ട് ക്ലിക്കർ ഉപയോഗിച്ചിട്ട് ബ്ലൂടൂത്ത് വഴി അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടൈമർ സെറ്റ് ചെയ്തിട്ട് ഓടിയിട്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കുക, അങ്ങനത്തെ പരിപാടി ഒന്നും വേണ്ട. നിങ്ങൾ എപ്പോഴാണോ ക്ലിക്ക് ചെയ്യുന്നത്, ഈ ബ്ലൂടൂത്ത് ക്ലിക്കർ നിങ്ങൾ എപ്പോഴാണോ ക്ലിക്ക് ചെയ്യുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ടുള്ള, വളരെ ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണത്. ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ തന്നെ വേറൊരാൾ നിങ്ങൾക്ക് ഫോട്ടോ എടുത്തു തന്ന പോലെ തന്നെ ഫീൽ ചെയ്യും. നിങ്ങൾ ഒരിക്കലും എവിടെയെങ്കിലും പോകുമ്പോഴേക്ക് ഒരാളോട് അല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ചർ അടുത്ത് പോയിട്ട് ചേട്ടാ എനിക്ക് ഫോട്ടോ എടുത്തുതരുമെന്ന് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരു ബ്ലൂടൂത്ത് ക്ലിക്കറും ഒരു ട്രൈപോഡും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങളുടെ തന്നെ ഫോട്ടോസ് പല പല ആംഗിളിൽ വെച്ചിട്ട് എടുക്കാവുന്നതാണ്. നമുക്കിനി ഏതൊക്കെ ടൈപ്പ് ഫോട്ടോസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് എന്ന് നോക്കാം. ഫസ്റ്റ് ടൈപ്പാണ് ക്യാമറയിലേക്ക് നോക്കാതെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള ടൈപ്പ് ഫോട്ടോസ്. അതിന് നമ്മൾ ഫോട്ടോഗ്രാഫി ടേമിൽ കാൻഡിഡ് ഫോട്ടോഗ്രാഫി എന്നാണ് പറയുക. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലായിരിക്കണം ഈ ഫോട്ടോ ക്ലിക്ക് ചെയ്യേണ്ടത്. നിങ്ങളിപ്പോൾ ഡ്രൈവ് ചെയ്യാവാം, അല്ലെങ്കിൽ നടക്കാവാം, അല്ലെങ്കിൽ ഒരു കോഫി കുടിക്കാവാം, അല്ലെങ്കിൽ ഒരു ബുക്ക് വായിക്കാവാം. ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയുടെ മിഡിലായിരിക്കണം ഈ ഫോട്ടോ എടുക്കേണ്ടത്. ഇത് നിങ്ങൾ ഫോട്ടോക്ക് പോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ക്യാമറ അവിടെ ഇല്ല, ആരും നിങ്ങൾ ഫോട്ടോ എടുക്കുന്നില്ല, നിങ്ങൾ ട്രൈപോഡോ കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു തോട്ടിൽ വേണം നിങ്ങൾ പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. വളരെ നാച്ചുറലായിട്ട് എക്സ്ട്രീംലി ഒറിജിനൽ ആയിട്ടുള്ളൊരു ഔട്ട്പുട്ടാണ് അതിന് കിട്ടുക. രണ്ടാമത്തെ രീതിയിലുള്ള ഫോട്ടോസാണ് ഫിറ്റ് പിക്ക്. അതായത് നിങ്ങൾ എന്ത് ക്ലോത്താണോ ധരിച്ചിട്ടുള്ളത്, നിങ്ങളുടെ ഡ്രസ്സ് എന്താണോ, നിങ്ങളുടെ ഔട്ട്ഫിറ്റ് എന്താണോ അത് മാക്സിമൈസ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഫോട്ടോസ്. ഇതിന് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉള്ള ഔട്ട്ഫിറ്റ്സ്. നിങ്ങൾ പുറത്തൊക്കെ പോയിട്ടാണ് ഫോട്ടോ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അധികം ആക്ടിവിറ്റി ഒന്നും ബാക്ക്ഗ്രൗണ്ടിൽ ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലോത്ത്സിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾ ധരിച്ചിരിക്കുന്ന നിങ്ങളുടെ ക്ലോത്ത്സ്, നിങ്ങളുടെ ഔട്ട്ഫിറ്റ്സ് നിങ്ങൾക്ക് ഷോ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏത് ടൈപ്പ് ക്ലോത്തിങ് ആണോ ആണുങ്ങൾക്ക് ട്രെൻഡിങ് അതനുസരിച്ചുള്ള ക്ലോത്തിങ് നിങ്ങൾ വാങ്ങിക്കണം. ഞാൻ ഒരുപാട് കാലം സ്ട്രീറ്റ് വെയർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. അതായത് ഇങ്ങനെ ബാഗി ആയിട്ടുള്ള ലൂസായിട്ടുള്ള ക്ലോത്ത്സ്, പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ഹൂഡി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ എനിക്കിഷ്ടമുള്ളത് ഞാൻ എൻ്റെ മൊത്തം വാർഡ്രോബ്, മൊത്തം ക്ലോത്തിങ് സ്റ്റൈൽ മാറ്റിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു സ്റ്റൈലാണ് ഓൾഡ് മണി സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ. ഇതിപ്പോൾ ഇൻ്റർനെറ്റിൽ ഒടുക്കത്തെ ട്രെൻഡിങ് ആണ്. നിങ്ങൾ ട്വിറ്ററിൽ പോയി നോക്കിയാലും ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കിയാലും ഓൾമോസ്റ്റ് എല്ലാ ഇൻഫ്ലുവൻസേഴ്സും അവർ പ്രൊമോട്ട് ചെയ്യുന്നതും അവർ
പുഷ് ചെയ്യുന്നതുമായിട്ടുള്ള ക്ലോത്തിങ് സ്റ്റൈലാണ് ഓൾഡ് മണി സ്റ്റൈൽ. ഓൾഡ് മണി സ്റ്റൈലിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഏതൊക്കെ കളേഴ്സ് നമ്മുടെ സ്കിൻ കളറിന് മാച്ചാണ്, ഏതൊക്കെ രീതിയിലുള്ള ഔട്ട്ഫിറ്റ്സ് ആണ് പുറത്ത് പോകുമ്പോഴും ഇൻഡോർ ഒക്കെ നല്ലതെന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഫ്യൂച്ചറിൽ ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് എൻ്റെ സ്റ്റൈൽ ആദ്യം മൊത്തത്തിൽ മാറ്റണം, എന്നിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അടുത്ത ടൈപ്പ് ഫോട്ടോ ആണ് എസ്തെറ്റിക് ആയിട്ടുള്ള സെൽഫികൾ. നമ്മളെ തന്നെ സ്വയം ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ട് എടുക്കുന്ന സെൽഫികൾ. ഒന്ന്, നിങ്ങൾക്ക് നിങ്ങളുടെ ജോ ലൈന് നല്ല രീതിയിൽ കാണിക്കുന്ന രീതിയിൽ തല ചെരിച്ചിട്ടുള്ള ടൈപ്പ് സെൽഫീസ് എടുക്കാം. നിങ്ങൾക്ക് ഒരുപാട് തുടുത്ത കവിളൊക്കെ ഉള്ള ഒരാളാണ്, നിങ്ങളുടെ ജോ ലൈൻ ഒന്നും ക്ലിയർ ആയിട്ട് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ മോഡൽസ് ഒക്കെ ചെയ്യുന്ന ഒരു ടിപ്പാണ്, നിങ്ങളുടെ കവിളിന്റെ രണ്ട് സൈഡും ഉള്ളിലേക്ക് ചെറിയ രീതിയിൽ കടിച്ചു പിടിച്ചാൽ മതി. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോ ലൈന് ചെറിയ രീതിയിലെങ്കിലും റിവീൽ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും. ഇനിയിപ്പോൾ നിങ്ങൾ ജിമ്മിൽ പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്ക് ഷോ ഓഫ് ചെയ്യുന്ന രീതിയിലുള്ള മിറർ സെൽഫീസ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ആപ്സ്, നിങ്ങളുടെ ബൈസെപ്സ്, ഇങ്ങനെയുള്ള എന്ത് കാര്യങ്ങളും ഷോ ഓഫ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈലിന് ഒരു മാസ്കുലിൻ ഫീൽ കിട്ടും. നിങ്ങൾ ക്യാമറയുടെ മുമ്പിൽ ചെന്നിട്ട് എങ്ങനെ പോസ് ചെയ്യണം, എന്ത് ചെയ്യണം എന്ന് ഒരു ഐഡിയ ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ് പിൻട്രസ്റ്റ്. pinterest.com പോയിട്ട് നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക മെൻസ് മോഡലിംഗ്, മെൻസ് ഫോട്ടോഗ്രാഫി, മോഡലിംഗ്, പോസസ് എന്നൊക്കെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ, അല്ലെങ്കിൽ മെൻസ് ഔട്ട്ഫിറ്റ് എന്നൊക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് പിൻട്രസ്റ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് നിങ്ങൾ സേവ് ചെയ്ത് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് വെക്കുക. നെക്സ്റ്റ് ടൈം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റക്കോ ഫോട്ടോ എടുക്കാൻ പോകുന്ന സമയത്ത് ഈ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവങ്ങൾ നോക്കിയിട്ട് അതുപോലെ കോപ്പി അടിച്ചാൽ മതി. വേറെ ഒന്നും ചെയ്യാനില്ല. പിൻട്രസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ പിൻട്രസ്റ്റിൽ ആയിരക്കണക്കിന് ഇതുപോലെയുള്ള ഫോട്ടോസിൻ്റെ ഒരു ഗാലറി ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഏത് ടൈപ്പ് ഫോട്ടോസും നിങ്ങൾക്ക് മാച്ച് ആവുന്ന രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ വളരെ ഷൈ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ പോസുകളും കാര്യങ്ങളൊക്കെ റീക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ടിപ്പാണ്, പിൻട്രസ്റ്റ് നിന്ന് ഫോട്ടോസ് എല്ലാം സ്ക്രീൻഷോട്ട് ചെയ്ത് കോപ്പി ചെയ്ത് സേവ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങളുടെ റൂമിൽ തന്നെയുള്ള മിററിൻ്റെ മുമ്പിൽ, കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് ഈ പോസുകൾ നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് തന്നെ അപ്പം മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു ഈ പോസുകളിൽ എന്നുള്ളത്. നിങ്ങൾ കൈ വെക്കുന്നത് ശരിയാണോ, നിങ്ങൾ ചിരിക്കുന്നത് ശരിയാണോ, നിങ്ങളുടെ ലുക്ക് ശരിയാണോ, നിങ്ങൾക്ക് നല്ല ഹൺഡ്രോയിഡ്സ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മിററിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ വളരെ എളുപ്പമായിരിക്കും ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ജസ്റ്റ് സ്ട്രൈറ്റ് അപ്പ് പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ പോസ് അതുപോലെ അങ്ങ് ചെയ്താൽ മതി. ചില ആളുകൾക്ക് അവരുടെ റൈറ്റ് സൈഡിലുള്ള പ്രൊഫൈലായിരിക്കും നല്ല ഭംഗിയുള്ളത്, ചില ആളുകൾക്ക് അവരുടെ ലെഫ്റ്റ് സൈഡിലുള്ള പ്രൊഫൈലായിരിക്കും നല്ല ഭംഗി. ഇത് നിങ്ങൾ മിററിൽ നോക്കി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഏത് സൈഡാണ് നിങ്ങൾക്ക് ബെറ്റർ എന്നുള്ളത് മനസ്സിലാവുള്ളൂ. എല്ലാവർക്കും സിമെട്രിക്കൽ ആയിട്ടുള്ള, അതായത് രണ്ട് സൈഡും ഒരുപോലെയുള്ള ഫേസ് ഉണ്ടാവില്ല. പല ആളുകൾക്കും അസിമെട്രിക്കൽ ആയിട്ടുള്ള ഫേസ് ആണുള്ളത്. അപ്പോൾ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഏത് സൈഡാണോ നല്ലത് ആ പ്രൊഫൈൽ, ആ സൈഡ് നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് നിങ്ങളെ കാണാൻ ഭയങ്കര ലുക്കാണ്, അത് കഴിഞ്ഞിട്ട് ഒരാളെ നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് ഫോണിൽ ബാക്ക് ക്യാമറയിലോ അല്ലെങ്കിൽ DSLR-ലൊക്കെ ഫോട്ടോ എടുത്ത് നിങ്ങളെ കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് ഇഷ്ടമാവാറില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മിററിൽ കാണുന്നത് നിങ്ങളുടെ ഇൻവേഴ്സ്, അതായത് ഫ്ലിപ്പ് ചെയ്തിട്ടുള്ള ഇമേജാണ്. അതാണ് നമ്മൾ ചെറുപ്പം മുതലേ നമ്മുടെ മുഖം കണ്ടിട്ട് നമുക്ക് ശീലമായിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ ബ്രെയിൻ അത് ഭയങ്കര ഭംഗിയുണ്ടെന്ന് പറയാൻ കാരണം. നിങ്ങളുടെ ഫോട്ടോ ഒരാൾ ക്യാമറയിൽ അല്ലെങ്കിൽ ഫോണിൻ്റെ ബാക്ക് ക്യാമറയിൽ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റിയൽ ഇമേജാണ്. അങ്ങനെയാണ് നിങ്ങൾ ആളുകൾ കാണുന്നത്. പക്ഷേ അത് നമ്മുടെ ബ്രെയിനിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്ക് ആ ഫോട്ടോ ഇഷ്ടമല്ലാത്തത്. അതിൽ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ ചെറുപ്പം മുതലേ ആളുകൾ കണ്ടു തുടങ്ങിയത് ആ ഇമേജിലാണ്. നിങ്ങളെ കാണുന്ന പോലെയല്ല ആളുകൾ നിങ്ങളെ കാണുന്നത്. പക്ഷെ ആളുകളുടെ ബ്രെയിനിൽ അത് അഡ്ജസ്റ്റ് ആയതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നല്ല ഭംഗിയുള്ള ഒരാൾ തന്നെയാണ്. DSLR അല്ലെങ്കിൽ ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചിട്ട് ഫോട്ടോ എടുത്ത് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ബ്രെയിന് അത് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആയിക്കോളും. ഇതൊക്കെ ചെയ്തിട്ടും ക്യാമറയുടെ മുമ്പിൽ നിൽക്കാൻ ഭയങ്കര ഷൈ ആയിട്ടുള്ള, എക്സ്ട്രീംലി ഷൈ ആയിട്ടുള്ള ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് സൺഗ്ലാസസ്. നിങ്ങൾ സൺഗ്ലാസസ് ധരിച്ചു കഴിഞ്ഞാൽ വേറെയും ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നിങ്ങൾ എവിടെയൊക്കെയാണ് നോക്കുന്നത് എന്നുള്ള മാറ്റർ അല്ല, നിങ്ങളുടെ കണ്ണ് റെഡ് കളറാണെങ്കിൽ അതൊക്കെ കവർ ചെയ്യും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളൊരു സംഭവമാണ് സൺഗ്ലാസസ്. പിന്നെ നിങ്ങൾ എപ്പോഴും ഒരു ബാഡ് ആസ് ലുക്കിൽ ഫീൽ ചെയ്യും. ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഒരിക്കലും ഒരു വിക്ടിമിനെ പോലെ ഇരിക്കരുത്, നിങ്ങളൊരു ഹണ്ടറിനെ പോലെ ഇരിക്കണം എന്നുള്ളത്. അതായത് നിങ്ങൾ ഒരു ഇരയെ പോലെ ഇരിക്കാണ്ട് ഒരു വേട്ടക്കാരനെ പോലെ ഇരിക്കണം. അത് നിങ്ങളുടെ ഫോട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം, ഓക്കെ ഇയാളൊരു സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, അല്ലെങ്കിൽ ഇയാളൊരു സ്ട്രോങ് ആയിട്ടുള്ള മാസ്കുലിൻ ഫിഗർ ആണെന്നുള്ളത് ഫോട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാവണം. അതിന് നിങ്ങൾ ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ പോസ്ചർ കറക്റ്റ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ പല ആളുകളും കമ്പ്യൂട്ടർ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഫോൺ ഒരുപാട് നേരം ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും. നിങ്ങളുടെയൊക്കെ പോസ്ചർ ഇപ്പോഴത്തെ ജനറേഷൻ്റെ വലിയ പ്രശ്നമാണ്. നമ്മുടെയൊക്കെ പോസ്ചർ ആകെ പ്രശ്നത്തിലാണ്. പോസ്ചർ നല്ലതല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് വരുന്നത്. നിങ്ങൾ ഫോട്ടോക്ക് പോസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ചെസ്റ്റ് അപ്പ് ചെയ്തിട്ട് ഷോൾഡർ ബാക്കോട്ട് വെച്ചിട്ട്
നല്ല രീതിയിൽ വേണം നിങ്ങൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പോസ്റ്ററിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എൻ്റെ സെൽഫ് ഇംപ്രൂവ്മെന്റ് വീഡിയോസിൽ എല്ലാത്തിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ട്, അപ്പോൾ ആ വീഡിയോസ് ഒക്കെ എല്ലാവരും പോയിട്ട് ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾ ഇരുന്നിട്ടാണ് ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ മാക്സിമം സ്പേസ് എടുത്തിട്ടിരിക്കുക. നിങ്ങളുടെ കൗച്ചിലോ ഒരു ചെയറിലോ സോഫയിലോ എവിടെയാണ് ഇരിക്കുന്നുണ്ടെങ്കിലും മാക്സിമം സ്പേസ് എടുത്തിട്ടിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും ഒരു ഇരയെ പോലെ ഇരിക്കാണ്ട് ഒരു വേട്ടക്കാരനെ പോലെ ഇരിക്കുക. ഇരിക്കുന്ന സമയത്ത് തന്നെ ചുമ്മാ ക്യാമറയിലേക്ക് നോക്കിയിട്ട് ഒരു ഓക്വേർഡ് പോസ് കൊടുക്കാണ്ട് എപ്പോഴും ഒരു ആക്ടിവിറ്റിയിൽ, എപ്പോഴും നിങ്ങൾ ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിലൊരു പ്രോപ്പ് കയ്യിൽ പിടിക്കുക. വല്ല കോഫി കപ്പോ ബുക്കോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയുടെ മിഡിൽ എടുക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുള്ള 2 ബെസ്റ്റ് ആയിട്ടുള്ള ടൈമുകളാണ് ഒന്നെങ്കിൽ രാവിലെ വളരെ നേരത്തെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത്, അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത്. ഫോട്ടോഗ്രാഫി ടേമിൽ നമ്മൾ ഇതിന് ഗോൾഡൻ അവർ എന്നാണ് പറയാം. നിങ്ങൾ നട്ടുച്ചക്കൊക്കെ പോയിട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഫുൾ വൈറ്റ് അടിച്ചിട്ട് വെയിലൊക്കെ പോലെ പൊള്ളി കിടക്കുന്ന പോലെ തോന്നും. അതുകൊണ്ടാണ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സ് എപ്പോഴും രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്നത്. ഫോട്ടോ എടുക്കുന്ന സമയത്ത് സണ്ണിനെ ഫേസ് ചെയ്തിട്ടാണ് നിൽക്കേണ്ടത്. അപ്പോഴാണ് നാച്ചുറൽ ആയിട്ടുള്ള ലൈറ്റിങ് നിങ്ങളുടെ മുഖത്തേക്ക് അടിക്കുകയുള്ളൂ. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടും എല്ലാം ക്ലിയർ ആയിരിക്കും. നിങ്ങൾ സൂര്യനെ ഓപ്പോസിറ്റ് നിന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല വെളിച്ചം ഉണ്ടാവും, നിങ്ങളുടെ മുഖം ഡാർക്ക് ആയിട്ടായിരിക്കും കാണുക. അപ്പോൾ എപ്പോഴും സൂര്യൻ എവിടെ നിന്നാണോ വരുന്നത് ആ ദിശയിലേക്ക് തിരിഞ്ഞിട്ട് നിന്നിട്ട് ഫോട്ടോ എടുക്കുക. ഇനിയിപ്പോൾ ഇൻഡോർ ആണെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റ് സെറ്റപ്പും എല്ലാ കാര്യങ്ങളും അകത്ത് വീടിനകത്തൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, അടിപൊളി, ഫോട്ടോ എടുക്കുന്നത് നന്നായിരിക്കും. ഇനി ലൈറ്റ് സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ എപ്പോഴും ഒരു വിൻഡോയുടെ സൈഡിൽ പോയിട്ട് ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ ബാൽക്കണിയിൽ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കുക. അങ്ങനെയുള്ള ലൈറ്റ് സോഴ്സ് എവിടെ നിന്നാണോ വരുന്നത് അതിനെ ഫേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഫോട്ടോ എടുക്കാൻ. ആണുങ്ങൾക്ക് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫോട്ടോ എഡിറ്റിംഗ് ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുക, അത് മാത്രം മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ആണുങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ജീവിതം കല്ലും മുള്ളും സഫറിങ്ങും പെയിനും എല്ലാം ഉള്ള ജീവിതമാണ്. ഈ ലൈഫിൽ നമുക്ക് ഒരുപാട് ബാറ്റിൽ സ്കാർസ് ഉണ്ടാവും. പിന്നെ നമ്മുടെ സ്കിന്ന് ഭയങ്കര ടെക്സ്ചറുള്ള സ്കിന്നായിരിക്കും. ഗേൾസിന് സ്കാറുകളും പാടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫുൾ എഡിറ്റ് ചെയ്തിട്ട് മൊത്തം സ്മൂത്ത് ആക്കിയിട്ട് K-pop സ്റ്റാർസിനെ പോലെ നിങ്ങളെ പ്രസന്റ് ചെയ്യാണ്ടിരിക്കുക. അത് എക്സ്ട്രീംലി ഗേ ആണെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ നിങ്ങൾ ഫോട്ടോ എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഗ്രെയിൻസും പിന്നെ ബ്ലെമിഷസും ബ്ലറും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഫോട്ടോ കുറച്ചുകൂടി ഒരു എയ്സ്തെറ്റിക് ലുക്ക് കിട്ടും. നിങ്ങളുടെ പ്രൊഫൈലിന് മൊത്തത്തിലൊരു എയ്സ്തെറ്റിക് ഫീല് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. കേരളത്തിൽ ഒരുപാട് മാറിയിട്ടുണ്ടെങ്കിലും ജനറലി ഇന്ത്യയിൽ വെളുത്ത സ്കിന്നുള്ള ആളുകൾക്ക് ഭയങ്കര പ്രയോറിറ്റിയാണ്. വെളുത്ത സ്കിൻ ഉണ്ടെങ്കിൽ അയാൾ പറയുന്ന എല്ലാവരും കേൾക്കും. വെളുത്ത സ്കിൻ ഉണ്ടെങ്കിൽ അയാൾക്ക് പൊളിറ്റിക്സിലും സിനിമയിലും എല്ലായിടത്തും ഓപ്പർച്യൂണിറ്റീസ്. വെളുത്ത സ്കിന്നുള്ള ആളുകളെ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു വൃത്തികെട്ട മെന്റാലിറ്റി ഉള്ള ആൾക്കാരുടെ സർക്കിളിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടുണ്ടായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇന്ത്യക്കാർ എന്ത് സംഭവം പോസ്റ്റ് ചെയ്യുമ്പോഴും ഒരു 100 ഫിൽറ്ററൊക്കെ ഇട്ട് മാക്സിമം വെളുപ്പിച്ചിട്ടേ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുള്ളൂ. നമ്മുടെയൊക്കെ ഫോണിൽ ആൻഡ്രോയിഡ് ആയാലും ഐഫോൺ ആയാലും 100 കണക്കിന് ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഓരോരുത്തർ 4ഉം 5ഉം ആപ്ലിക്കേഷൻസിൽ എഡിറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടുപോയിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. 1 or 2 ആപ്പ് മാക്സിമം. ഞാൻ ഉപയോഗിക്കുന്നത് അഡോബി ലൈറ്റ് റൂം ആണ്. അതിൽ നല്ല രീതിയിൽ എക്സ്പേർട്ട് ലെവലിൽ തന്നെ നിങ്ങൾക്ക് ഫോണിൽ തന്നെ ഫോട്ടോസ് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ കമ്പ്യൂട്ടറിലൊക്കെ ആണെങ്കിൽ അഡോബി ഫോട്ടോഷോപ്പ് ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ സമയം ഒരുപാട് വെറുതെ കളയാണ്ട് ഓരോ ദിവസവും ഓരോ സ്കില്ല് പഠിക്കാനായിട്ട് ട്രൈ ചെയ്യുക. ഒരു ദിവസം നിങ്ങൾ ഫോട്ടോ ഇങ്ങനെ പ്രൊഫഷണലായിട്ട് എഡിറ്റ് ചെയ്യാന്ന് പഠിക്കുക. അത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ അല്ലെങ്കിൽ പോലും നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും. നിങ്ങളുടെ കരിയർ ബേസ്ഡ് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ആ സ്കില്ല് ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയതിൻ്റെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ട്രംപ് പറയുന്ന പോലെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ പറഞ്ഞ പോലെ നമുക്ക് മേക്ക് ബ്രൗൺ ബോയ്സ് ഗ്രേറ്റ്. ഓക്കെ, ആ ഒരു ലക്ഷ്യത്തിലാണ് ഞാൻ ആക്ച്വലി ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. പുറത്തൊക്കെ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും നമ്മുടെ ബ്രൗൺ ബോയ്സ് എത്രത്തോളമാണ് സഫർ ചെയ്യുന്നത്. 1 or 2 ആളുകൾ ചെറ്റത്തരം കാണിക്കുന്നതിന് മൊത്തത്തിൽ ജനറലൈസ് ചെയ്തിട്ട് റേസിസവും കാര്യങ്ങളൊക്കെ എക്സ്ട്രീംലി കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. നമ്മൾ സ്വയം ഇമ്പ്രൂവ് ചെയ്തിട്ട് നമ്മുടെ ലുക്സും നമ്മുടെ ഫാഷനും നമ്മുടെ ബാങ്ക് ബാലൻസും നമ്മുടെ ഫൈനാൻഷ്യൽസും നമ്മുടെ ബിസിനസ്സുകളും നമ്മുടെ നെറ്റ്വർക്കും എല്ലാം ഇമ്പ്രൂവ് ചെയ്തിട്ട് നമ്മളാണ് ദി ബെസ്റ്റ് എന്നുള്ളത് ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാൻ തുടങ്ങിയിട്ടുള്ള ഒരു ചാനലാണിത്. നമുക്കൊരു ടെലഗ്രാം ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ എല്ലാവരും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടെ തന്നെ ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ ചെക്കൗട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. I'm in the whip with authority, looking like Sky, she got a body, ayy. And she been calling me daddy lately, want me to put her in Cartiers, and the bitch deserve it. Put in work for the money, she earn it. Give me top every night, lip service. Never gotta block these hoes, she worth it. I'm out in Abu Dhabi, with a bad bitch, look like Sky, ooh, right beside me. In the phantom off that Molly, yeah, yeah. Abu Dhabi, with a bad bitch, look like Sky, ooh, right beside me.